ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മാത്രകൾ ഇല്ലാതെ, അതായത് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളില്ലാതെ ഉള്ള വാക്കുകളും കുറച്ച് സെൻറ്റൻസസും എങ്ങനെയാണ് വായിക്കുന്നതെന്നായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരോം കെ ചിഹ്ന, അതായത് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ. ഹിന്ദിയിൽ ചിഹ്നങ്ങൾക്ക് എന്താ പറയുക? മാത്ര എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്വരാക്ഷരങ്ങളുടെ മാത്രകൾ എഴുതുന്നതെന്ന്. ആദ്യത്തെ അക്ഷരം ആ. ആയ്ക്ക് ചിഹ്നമുണ്ടോ? ആയ്ക്ക് ചിഹ്നമുണ്ടോ മക്കളെ? ഇല്ല, ആയ്ക്ക് ചിഹ്നം ഇല്ല, മാത്രയില്ല. ഇനി ആ എങ്ങനെ എഴുതാ? ഇങ്ങനെ. ആ ഇ ദ ഇങ്ങനെ. ഈ മനസ്സിലാകുന്നുണ്ടോ? ഈ ഉ ഊ ഇങ്ങനെ. റ് ഇങ്ങനെ. റ്. എയുടെ ചിഹ്നം എങ്ങനെ എഴുതാ? എ. ഐയുടെ ചിഹ്നോ? ഇങ്ങനെ. ഐ. ഓയുടെ ചിഹ്നം ഇങ്ങനെ. ഓ. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഔവിൻ്റെ ചിഹ്നോ ഇതാ ഇങ്ങനെ. രണ്ടെണ്ണം മുകളിൽ വരയ്ക്കണം. ഓക്കെ, ഔ. അമ്മിൻ്റെ ചിഹ്നോ? അമ്മിൻ്റെ ചിഹ്നം ദാ ഇങ്ങനെ. അം. ആയുടെ ചിഹ്നം ഇങ്ങനെ. കണ്ടോ? ആയ്ക്ക് ചിഹ്നം ഇല്ല. ആ ഇ ഈ ഉ ഊ റ് എ ഐ ഓ ഔ അം അ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ദാ നോക്കൂ, വ്യഞ്ജൻ കെ സാത്ത് സ്വരോം കെ ചിഹ്ന, അതായത് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരത്തിൻ്റെ ചിഹ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അക്ഷരങ്ങൾ വായിക്കുന്നത് എന്നാണ്. ശ്രദ്ധിക്കാം. ഖ പ്ലസ് ആ ക, ഖ പ്ലസ് ആ ക, ഖ പ്ലസ് ഇ കി, ഖ പ്ലസ് ഇ കി, ഖ പ്ലസ് ഉ കു, ഖ പ്ലസ് ഉ കു, ഖ പ്ലസ് റ് കൃ, കൃ, ഖ പ്ലസ് എ കെ, ഖ പ്ലസ് ഐ കൈ, ഖ പ്ലസ് ഒ കോ, ഖ പ്ലസ് ഔ കൗ. ഓക്കെ, ഇനി ഈ സ്വരചിഹ്നങ്ങൾ ചേർന്നുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. കമൽ, കമൽ. കാർ, കിതാബ്, कील, कुली, कूदना, कृषक, केला, കൈമറ, കോയൽ, കൗവ. മനസ്സിലായോ? എല്ലാവരും വായിച്ച് പഠിക്കണേ.